നമ്മളിപ്പോൾ പുള്ളിപ്പോൾ ഒരു 55 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറേ കഥകളുണ്ട്. അപ്പോൾ അവരിനെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കും. നമസ്കാരം. എലിസബത്ത് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ബാലയെ കുറിച്ച് കുറെ ആരോപണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ആരോപണങ്ങളാണ്. ബാലേട്ട ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അതിനകത്ത് അതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ ഞാൻ ഇതിന്റെ ബാക്കിൽ കൊടുക്കാം കേട്ടോ, കേട്ടു നോക്ക്. അപ്പൊ എന്തായാലും എലിസബത്ത് പറയുന്ന മറ്റൊന്നുമല്ല, ഈ ബാലേട്ടന് ഒരേ സമയം ഒരു പെണ്ണൊന്നും പറ്റത്തില്ല, ഒരു 4-5 പെണ്ണുങ്ങളുമായിട്ട് വേണം കൂടെ കൊണ്ട് നടക്കുകയാണ് ബാലയുടെ ഈ പറയുന്ന ഒരു ഹോബി. ഏതോ ഒരു USA പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുമായിട്ടുള്ള പ്രശ്നങ്ങളും ആ കുട്ടി കൊച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും ബാല കടന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലിസബത്ത് പറയുന്നുണ്ട്. അതിനോടൊപ്പം പറയുന്ന മറ്റൊരു കേസുണ്ട്. 50 വയസ്സിന് മേളായിട്ടുള്ള 50-56 വയസ്സായ പെൺകുട്ടികൾക്ക് ചോദിക്കുമ്പോ പറയും, മക്കളെ നിനക്ക് മരുന്ന് കഴിച്ചില്ലേ? അപ്പം ഇവളെ ഒരു മെന്റൽ രോഗിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നീ പോയി മരുന്ന് കഴിക്ക്. നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്? ഇതുപോലെ ഇത്രയും വയസ്സായ ആൾക്കാർ റൂമിനകത്ത് കയറി വരുമ്പോൾ ഒരു അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ റൂമിൽ കയറി വരുമ്പോൾ നിനക്ക് അങ്ങനെയാണോ എന്ന് ചിന്തിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ഈ പറയുന്ന എലിസബത്തിനെ പിന്നെ ഒരു രോഗിയെ ചിത്രീകരിച്ചു നീ പോ അവിടെ പോയി മരുന്ന് കഴിച്ച് കിടന്നു എന്നുള്ള രീതിയിൽ ഒതുക്കി വിടും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ശരിയാണ് 50-55 വയസ്സായ പ്രായമായ സ്ത്രീകളെ അമ്മയായിട്ട് കാണണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തിന് ഈ റൂമിനകത്ത് കയറി കഥ കടയ്ക്കുമ്പോ ആണല്ലോ പ്രശ്നം. 55-17 ആയിക്കോട്ടെ, നമ്മളൊരു വീട്ടിൽ വന്നിട്ട് രഹസ്യമായിട്ട് റൂമിനകത്ത് കയറി കഥ കടയ്ക്കുമ്പോ ആണല്ലോ പ്രശ്നം, അല്ലെ? ഭാര്യയെ കയറ്റാതെ 55 വയസ്സായ ആൾക്കാരൊക്കെ കൊണ്ട് വീട്ടിനകത്ത് വിളിച്ച് അത് ഭാര്യയെ പെണ്ണിൽ വിളിച്ച് കൊണ്ട് ഇവിടെ റൂമിനടയ്ക്കും മറ്റെന്തോ സംഭവമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കാനുള്ളത്. അല്ലാതെ അവളെ ഈ പറഞ്ഞ എല്ലാ കേസും എന്ത് വന്നാലും എലിസബത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ മാനസിക പ്രശ്നം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബാല ശ്രമിച്ചു എന്നാണ് ഈ പറയുന്ന എലിസബത്ത് പറയുന്നത്. അതുമല്ല, ഇതുപോലുള്ള ഒരുപാട് ബന്ധങ്ങൾ ഈ ബാലയ്ക്ക് ഉണ്ട് എന്നും എലിസബത്ത് തുറന്നടയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെകുത്താന്റെ കേസിൽ, ചെകുത്താന്റെ തോക്ക് കേസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചെകുത്താനെ എന്ത് ചെയ്തു? ഈ പറയുന്ന കേസിൽ അകത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും, അതായത് വക്കീലിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് അവന്റെ ഞാൻ പേന്റ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് പിന്നെ മയക്കുമരുന്നൊക്കെ വെച്ച് അവനെ ഉള്ളയിലാക്കാം എന്ന് ശ്രമിച്ചതും ഞാൻ ദൃക്സാക്ഷിയാണ്. അവിടെയും എന്നെ ഒരു രോഗക്കാരിയായി അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായി ചിത്രീകരിച്ചുകൊണ്ട് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാം അവൾക്ക് വയ്യ, അവൾക്ക് തലയ്ക്ക് വട്ടാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? അവളെ റൂമിൽ പിടിച്ച് അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തെങ്കിലും അതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ കൊടുക്കാം, നിങ്ങൾ കേട്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് നമുക്ക് വിളിക്കണം. ചെയ്യും. പുള്ളിപ്പോൾ ഒരു 55 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറേ കഥകളുണ്ട്. അപ്പോൾ അവരിനെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇന്ന അമ്മയെ പോലെയാണ്, എൻ്റെ ചേച്ചീനെ പോലെയാണ്. ഓ, നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ കയറ്റി എങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട്, പോയി മരുന്ന് കഴിച്ചോ, അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവത്തിൻ്റെ ഇത് ഇടയിൽ ഓർമ്മ വന്നാണ് നമ്മൾ വിഷയത്തിൽ നിന്ന്. ഇങ്ങനെ ഒരാളെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണ ഒരാളല്ല, 5-6 പേരിനെ ഒരേ ടൈമിൽ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണ ആൾക്കാരാണ്. ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് ഇന്നെ കുറിച്ച് അവർ വേറെ പെണ്ണുങ്ങൾ സംസാരിക്കണം. ആ ഡെവിളിൻ്റെ കയ്യിൽ നിന്ന് ആ ഡെവിളിനെ ഡിവേഴ്സ് ചെയ്തുകൂടെ, മനസ്സമാധാനമായിട്ട് ജീവിച്ചുകൂടെ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ സമാധാനിപ്പിക്കണം. എന്നാൽ ഈ മെസ്സേജുകളും ഇതും ഒക്കെ ചിലപ്പോൾ ഇതിൻ്റെ മടിയിൽ കിടന്നിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. ഇത്ര വലിയ ഡെവിളും അതുപോലെ തന്നെ ഇത്ര വലിയ ഒരു ദുഷ്ടത്യായ എന്നെ പുലർച്ചെ 3 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ? ഇവരിനൊക്കെ വിളിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ അതിന് അവരുടെ വീട്ടുകാരുടെയും സപ്പോർട്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു പണിക്കാരുടെ അത്ര ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വെറുതെ ഒരു പേര് ഭാര്യ എന്ന് വിളിക്കുക. എന്നിട്ട് പുതിയ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ എന്ത് ഭാര്യയോ, ആരുടെ അമ്മാതിരി തരത്തിലുള്ള വർത്താനമായി. എനിക്ക് 2-3 കാര്യങ്ങൾ ഓർമ്മ വന്നു. ചെകുത്താൻ എന്നുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള അജു അലക്സ് എന്ന് പറഞ്ഞ ആളുടെ ആ തോക്ക് കേസ്. അപ്പോൾ ആ തോക്ക് കേസിൻ്റെ കാര്യം ഇങ്ങനെ അപ്പോൾ അന്ന് ഞാൻ പറയാൻ വിട്ട കാര്യമാണ്. അന്ന് ഇങ്ങേര് അവിടുന്ന് വരുമ്പോൾ ഒരു കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കവറിൽ എന്തൊക്കെയോ കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പാൻറ് ഞാൻ എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ ചെറിയ തല്ലിലൊക്കെ ആയിരുന്നു. കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം, അങ്ങനത്തെ സംഭവങ്ങൾ.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടുന്ന കാരണമൊക്കെ അതൊക്കെ ശീലമായി, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ്. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഇത് ഈ പുള്ളി പറയണതിൽ 100% 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതായത് സത്യം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത് പുള്ളി ശരിക്കും വിചാരിച്ചിട്ട് ചെയ്യണതാണോ അതോ വക്കീലിൻ്റെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേട്ട കാര്യമാണ്, അതായത് ആ പാൻറ്റിനുള്ളിൽ നമുക്ക് ഈ ഡ്രഗ്സ്, കഞ്ചാവ് എന്തെങ്കിലും വെച്ചിട്ട് ഇയാളുടെ അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ അങ്ങനെയും കൂടി അകത്താക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ എന്തായാലും ഫുള്ള് നടന്ന കാര്യങ്ങൾ ഫുള്ളും പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ മോളെ നീ മരുന്ന് കഴിച്ചില്ലേ? എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു ഇവൾക്ക് ഭ്രാന്തായതാണ്, മോളെ റൂമിൽ പോയി ചെന്നിരിക്കുക, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം, റൂമിൽ പോയിട്ടിരിക്കുക, എന്നിട്ട് മരുന്ന് കഴിച്ചോ. അതായത് വീട്ടിലുണ്ടോ നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരൻ വന്നപ്പോൾ ഇന്നെ ബെഡ്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ പുറത്ത് വരരുത്, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം തന്നെ ഇനി ഇവളെങ്ങാനും വിളിച്ചു പറയുമോ എന്നുള്ളൊരു പേടി കാരണം പിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കറക്റ്റ് ഒരു 1-1.5 മാസം ആകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്നെ കൊണ്ടുപോയി എൻ്റെ ഉദ്ദേശം, പുള്ളിക്ക് 2 ഉദ്ദേശം ഉണ്ടാവാം. ഒന്ന്, ഒരു പെണ്ണുണ്ടെങ്കിൽ അതും ഇന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാക്ക് എന്ന് പറഞ്ഞ പുള്ളീനെ മുകളിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് ചേച്ചിക്കൊരു ഹായ് പറയൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണേ. രണ്ടാമത്തത്, ഓക്കെ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇവളിറങ്ങി പോവാരായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇവളെങ്ങാനും പോവുകയാണെങ്കിൽ ഇവളുടെ തലയ്ക്ക് ഒരിക്കട്ടൊരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ കാരണം അന്ന് കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ എൻ്റെ ഭാര്യൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഭാര്യയായിട്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കണ ആളാണ്. പക്ഷെ വീട്ടിൽ വേറെ സ്വഭാവമാണ്. സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് കാണിച്ചിട്ട് എല്ലാ കൊള്ളരുതായ്മയും കാണിക്കുന്ന പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു പെട്ടെന്ന് ഈ കാരണം എന്താണെന്ന് അറിയോ, എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട്, പല തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഒരു 6 months മുമ്പ് എന്തോ ഗോൾഡ് സ്മഗ്ലിങ്ങോ സംതിങ് അങ്ങനത്തെ എന്തോ സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്രയോ ലക്ഷങ്ങൾ വെച്ചിട്ട് പിടിച്ചു, കേസുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിടണം എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനിലുണ്ട്. എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഇവരുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ പറയാൻ പറ്റില്ല. അപ്പോൾ ആ പേടിയുണ്ട്. അപ്പോൾ എല്ലാതും ഒന്ന് എല്ലാവരോടും അറിഞ്ഞിരിക്കാം. നമ്മൾ കണ്ട സാധനമൊക്കെ എല്ലാവരോടും പറയാണല്ലോ നല്ലത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ പണ്ടല്ല ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ എന്തെങ്കിലും കമൻറ്റ് വരികയാണെങ്കിൽ, നല്ല കമൻറ്റുകളല്ല മോശം കമൻറ്റുകൾ പലതും വരികയാണെങ്കിൽ അതൊക്കെ ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളിൽ നല്ല ക്ലിക്ക് ബേറ്റായിട്ട് മോശം രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ടൂർ പോയപ്പോൾ അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ അടുത്തത് ഇവരുടെ കല്യാണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുപോലെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളുടെ ന്യൂസുകൾ വന്നിരുന്നു. ഇപ്പം ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പം അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലും അനങ്ങണില്ല. മെയിനായിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള, അത്യാവശ്യം റിയാക്ട് ചെയ്യണ ഒരു 5-6 യൂട്യൂബ് ചാനലുകളിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യണുള്ളൂ. അവർ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അതിൽ ഭയങ്കരമായിട്ട് താങ്ക് യു ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ കമൻ്റ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് തോന്നിയ പോലെയൊക്കെ പറയണ ആൾക്കാർ അവരൊന്നും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മിണ്ടണില്ല. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. കാരണം അവർ എന്നിട്ടാ ഇതൊക്കെ മോശം രീതിയിൽ എന്നിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ പിന്നെ ഈ കാര്യം അവർക്ക് പ്രസൻറ്റ് ചെയ്താൽ വ്യൂ കിട്ടും, പക്ഷെ അവരതൊന്നും മിണ്ടണില്ല. പിന്നെ വലിയ ആൾക്കാരുടെ കാര്യമൊന്നും ഞാൻ മിണ്ടണമില്ല, അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ
മിഷേൽ ഷാജി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അപ്പൻ വീണ്ടും ന്യൂസിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇത്ര കാലമായിട്ട് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ അവർ പല ഇൻ്റർവ്യൂകളിലായിട്ടും പരിപാടികളിലായിട്ടും വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആരും ശ്രദ്ധിക്കണില്ല എന്ന് മാത്രമല്ല, ഇത്ര കാലം 8 കൊല്ലം അന്ന് ഒക്കെ കുറേ ക്യാമ്പയിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ മറന്നു. ഈ എല്ലാ കാര്യത്തിൻ്റെയും പ്രശ്നം അതാണ്. കുറച്ചു കാലമൊക്കെ ഇത് നടക്കും, ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും. ഒരാൾ മരണപ്പെട്ടിട്ട് പോലും അവർ ഇത്രയ്ക്കും ഇതിൽ വന്ന് പറഞ്ഞിട്ട് തെളിവുകളായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന പോസ്റ്റ്മോർട്ടം ഇവിടെ പോയി ചെയ്തിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ, ഇതൊക്കെ കറക്റ്റ് സയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ എല്ലാ വീഡിയോകളിലും അതുപോലെ ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട്. എന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യം തന്നെയാണ്. പിന്നെ കേസ് കൊടുത്ത എല്ലാതും ശരിയാവും എന്ന് പറയുന്നത് ശരിയാവേണ്ടതാണ്. ഞാൻ ഈ ഒരു കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഈ ഒരു എന്താ അതിനെ പറയാ എനിക്കറിയില്ല. ഞാൻ കല്യാണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ച ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് നീതി കിട്ടും എന്നാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് പേടിയാണ്. അതിൻ്റെ പിന്നാലെ പോകാനും പേടിയാണ്. മാത്രമല്ല അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാവും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ഇതൊക്കെ മറക്കും. പിന്നെ ഈ ഒരു റിവെഞ്ചും കൂടിയിട്ട് പിന്നെ ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല. ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനുണ്ടാവില്ല. അതുവരെ ചിലപ്പോൾ മിണ്ടാണ്ടിരുന്ന് ഒരു 4 മാസം കഴിഞ്ഞാൽ പുള്ളി ഇതൊരു റിവെഞ്ചായിട്ട് തന്നെ വയ്ക്കും. ഇപ്പം മിണ്ടാതിരിക്കണത് വലിയ അറ്റാക്കൊന്നും ചെയ്യാത്തത് ഇപ്പം എന്തെങ്കിലും നടന്നാൽ അത് കുഴപ്പമാവില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മറന്നാൽ ഇതൊക്കെ ഓക്കെ, ഞാൻ ആരുമില്ലാത്ത ഒരാൾ എങ്ങനെയോ ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതൊന്നും പറഞ്ഞു തന്നെ ഓർമ്മയില്ല. ആൾക്കാർക്ക് മോൺസൺ മാവുങ്കലിൻ്റെ കേസ് ഇത്ര വലിയ കേസായിട്ട് അടക്കം അന്നൊക്കെ ഈ മോതിരത്തിൻ്റെ കേസും മറ്റേതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആൾക്കാരതൊക്കെ മറന്നുപോയി. ഇപ്പോൾ പറയുമ്പോഴാണ് പല ആൾക്കാർക്കും അതിനെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരു ഡ്രൈവർ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നു എന്നുള്ളത്. ആ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്ന ഡ്രൈവർ അങ്ങേരനെ ഡ്രൈവറാക്കിയിട്ട് ഇങ്ങേര് കുറച്ചു കാലം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കേസ് കിടന്ന് മോൻസൺ ജയിലിലായപ്പോൾ ആ ഡ്രൈവറിനെ അവിടുത്തെ വീട്ടിൽ ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രൈവറിനെയും ഇയാൾ ഓക്കെ എന്താണെങ്കിലും കൂടെ വെക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ അയാളോട് കുറച്ച് മര്യാദ കാണിക്കേണ്ടതാണ്. പക്ഷെ അയാളിനെ അവിടെ കൂടെ നിർത്തിയിട്ട് ഇങ്ങേര് വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരോടും പോയി കുറ്റം പറയാം. അന്ന് ഇയാളോട് ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളിനോട് ഇങ്ങനെയും പറയാം. അതുപോലത്തെ സ്വഭാവം ഭയങ്കര കൂടുതലാണ്. അതായത്